ഹലോ അസ്സലാമു അലൈക്കും. ഇന്നത്തെ ഇഫ്താർ സ്നാക്ക് എന്ന് പറയുന്നത് സിമ്പിളായിട്ടുള്ള ഈസി ആയിട്ട് ആക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. അടിപൊളി ചീസൊക്കെ ഇട്ടിട്ട് ഫ്രൈഡ് ചിക്കൻ ഒരു കുറച്ച് ചിക്കൻ കൂടി ആഡ് ചെയ്തിട്ട് ഫ്രൈഡ് ആയിട്ടുള്ള ആഡ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു സ്നാക്കും കൂടിയാണ് ഇത്. ഇതിപ്പം ഒരെണ്ണം കഴിച്ചാൽ തന്നെ നമുക്ക് വയറ് നിറയും. അത്രയും ഒരു ഫില്ലിംഗ് ആയിട്ടുള്ളൊരു സ്നാക്കും കൂടിയാണ് ഇത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് പൊടി, ഉപ്പും 1 കപ്പ് വെള്ളവും ഓയിലും കൂടിയിട്ട് ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വെള്ളം ആദ്യം ചേർക്കുന്നില്ല, ഓയിലും ഉപ്പും പൊടിയും കൂടിയിട്ട് ആദ്യം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, നമ്മൾ പുട്ടിന് കുഴക്കുന്ന പോലെ. എന്നിട്ട് കുറച്ചായിട്ടില്ല സാധാരണ ഫിൽറ്റേർഡ് വാട്ടറാണ് ഞാൻ ഉപയോഗിക്കുന്നത്. 1 കപ്പാണ് അളവ്, പക്ഷേ 1 കപ്പ് അങ്ങനെ ഡയറക്റ്റ് ഒഴിക്കാൻ പാടില്ല. കുറച്ചായിട്ട് ഒഴിച്ചിട്ട് വേണം ഈ സോഫ്റ്റ് ഡഫാക്കി വെച്ചിട്ട് അത് സൈഡാക്കി വെക്കാൻ. ഈ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് 2 ഉള്ളി, പച്ചമുളകും, ഉപ്പും, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും എല്ലാം കൂടി ചേർത്തിട്ട് പച്ചമുളക് ചേർത്തിട്ട് നല്ലോണം മിക്സാക്കി കൊടുക്കുന്നതാണ്. ഇത് മിക്സാക്കി കൊടുക്കുമ്പം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. നല്ലോണം ബ്രൗൺ ആക്കണം. ജസ്റ്റ് ഒരു പിങ്ക് കളർ, ആ കളർ ഒന്ന് മാറുമ്പം തന്നെയാണ് നമ്മൾ ഞാൻ പിന്നെ ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഉപ്പ് ഫസ്റ്റ് ഇട്ടാൽ ഉള്ളി കുറച്ച് ക്രിസ്പി ആയിട്ട് വെക്കും. അപ്പം ആ ഉപ്പും കൂടി ഇട്ടിട്ട് ഫ്രൈഡ് ചിക്കനിൽ ഓൾറെഡി ഉപ്പുണ്ട്, അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ഇട്ടാൽ മതി. ഇപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് പൊരിച്ച ചിക്കൻ നമ്മൾ സാധാരണ വീട്ടിൽ പൊരിക്കാൻ വെക്കൂലേ, അപ്പോൾ അതിൽ ഞാൻ പൊരിച്ച നേരം ഞാൻ ഒരു പീസ് എടുത്ത് വെച്ചതാണ്. അപ്പോൾ അത് ഇങ്ങനെ ഞാനിപ്പോൾ ഇത് ഗ്രൈൻഡറിലിട്ടിട്ട് പൊടിച്ചതല്ല, കൈ കൊണ്ട് തന്നെ കട്ട് ചെയ്ത് എടുത്തതാണ്. ചിക്കന് 1 കപ്പാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നല്ലോണം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പൊരിക്കുമ്പോൾ നമ്മൾ എല്ലാ മസാല ഇട്ടുകൊണ്ട് വേറെ മസാലയും ഞാൻ ഇതിലിടുന്നില്ല. അപ്പോൾ നമ്മൾ ഡഫ് റെഡി ആയിട്ടുണ്ട്. ഉരുളകളാക്കിയിട്ട് 1 ഉരുള മാത്രം എടുത്തിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കാം. പരത്തുമ്പം കുറച്ച് ചപ്പാത്തിൻ്റെ വലുപ്പത്തിലാണ് ഇത് പരത്തേണ്ടത്. നന്ന തിക്നെസ്സും അല്ല, നന്ന നേരിയതും അല്ല, ഒരു മീഡിയം സൈസിൽ തിക്നെസ്സിലാണ് ഇത് പരത്തി കൊടുക്കുന്നത്. പിന്നെ ഡഫ് എന്ന് പറയുന്നത് കുറച്ച് ടഫായിട്ടില്ല ഡഫാണ്, സോഫ്റ്റ് ആകാൻ പാടില്ല, നന്ന സോഫ്റ്റ് ആകാൻ പാടില്ല. കുറച്ച് ഒരു പൂരിക്കെല്ലാം കുഴക്കുന്ന പോലെ ആ ഒരു രീതിയിലാണ് ഞാനിത് പരത്തിയെടുക്കുന്നത്. പിന്നെ നമ്മളെ ഫില്ലിങ് നടുക്ക് വെച്ചിട്ട് ചീസ് സ്ലൈസസ് നമ്മളെ സ്ക്വയർ ചീസ് ഉണ്ടല്ലോ, അതാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ആ സ്ക്വയർ ചീസിൻ്റെ അളവിലാണ് നമ്മളിത് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നത്, ആ ഒരു സ്ക്വയർ ഷേപ്പിൽ. അപ്പോൾ നമ്മൾ ചീസിൻ്റെ സ്ക്വയർ അനുസരിച്ചിട്ട് മെല്ലനെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഈ കാണുന്ന വീഡിയോയിൽ ഞാനിപ്പം കാണിച്ചു തരുന്നില്ലേ, അതുപോലെ. എന്നിട്ട് എല്ലാ സൈഡും ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ലൈറ്റായിട്ട്, നന്ന ബലം പിടിക്കണ്ട, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ റോൾ പിൻ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അമർത്തി കൊടുത്തിട്ട് മാത്രം പിന്നെ ചെറുങ്ങനെ ഒന്ന് പരത്തി കൊടുത്താൽ മതി. ഈ ഒരു ഷേപ്പ് അനുസരിച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ ചീസ് അത് സ്റ്റക്കായിട്ട് നിൽക്കുമല്ലോ, അതൊരു ഗ്ലൂ പോലെ നിൽക്കും. അപ്പോൾ നമ്മളെ ഫില്ലിങ് കറക്റ്റായിട്ട് തന്നെ അത് നിൽക്കും. ഇപ്പോൾ ഇതേ ഷേപ്പിലാണ് ഞാൻ എല്ലാം കൂടിയിട്ട് പരത്തിയെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഫില്ലിങ് റെഡിയായിട്ട് സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരാൾക്ക് ഒരെണ്ണം മാത്രം തന്നെ കഴിക്കാനില്ല ഒരു സ്നാക്കാണിത്, അത്രയും ഫില്ലിംഗ് ആണ്. എന്നിട്ട് നമ്മൾ ഈ ചീൻചട്ടിയിൽ നെയ്യ് ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് സിമ്പിളായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. നമ്മൾ പൂരിയെല്ലാം ഫ്രൈ ചെയ്യുന്നില്ലേ, അതേ രീതിയിൽ. അപ്പോൾ ഇത് ഇങ്ങനെ ഫോൾഡിങ് ആയതുകൊണ്ട് നമ്മൾ ആദ്യം മീഡിയം ഹീറ്റിൽ എണ്ണ നല്ലോണം ചൂടാകണം. എന്നിട്ട് മീഡിയം ഹീറ്റിൽ വെച്ചിട്ടാണ് നമ്മൾ മെല്ലനെ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. കാരണം ഉൾഭാഗം കുറച്ച് ഫ്രൈ ആയിട്ട് വരണമല്ലോ. അപ്പം അത് ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നതാണ്. എല്ലാ സൈഡും ഗോൾഡൻ ബ്രൗൺ ആകുന്ന വരെ ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്, മീഡിയം ഫ്ലെയിമിൽ ഇത് ചെയ്യാവും. കാരണം എന്നാലും ഉള്ളു ഭാഗം നമ്മൾ ഫോൾഡ് ചെയ്ത ഭാഗമൊന്നും കുക്കായി വരില്ല. അപ്പം ആ ഒരു ടൈം എടുത്തിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. കണ്ടോ, ഇത് നല്ല രീതിയിലായിട്ട് പൂരിയൊക്കെ ഫ്ലഫി ആയിട്ട് വരുന്ന പൊട്ടുന്ന ഭാഗത്തിലാണ് ഇത് വന്നിട്ടില്ല. നല്ല പൊട്ടുന്ന നല്ല ഫ്ലേക്കി ആയിട്ടുള്ള സ്നാക്കാണ്. ഏകദേശം ഒരു പഫ്സിൻ്റെ ഒക്കെ ഒരു അളവായിട്ട് കിട്ടും. ഇത് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ ഫോൾഡിങ്ങിൻ്റെ ആ ഭാഗമൊന്നും നമ്മൾ പരത്തി കൊടുക്കാനും പാടില്ല. ജസ്റ്റ് ഒരു മീഡിയം സൈസ് ഞാൻ കാണിച്ച അതേപോലെ തന്നെ ഫില്ലിംഗ് ആക്കിയിട്ട് ആ ചീസിൻ്റെ അളവിലാണ് സ്ക്വയർ ഷേപ്പിൽ ചെയ്ത് വെക്കേണ്ടത്. പിന്നെ നമ്മളെ ഈ ഫോൾഡിങ്ങിൽ നോക്കിയത് പൊന്തി വരും, പൂരിയെല്ലാം പൊന്തി വന്ന പോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്നാക്കാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. ഈ നോമ്പിന് ഇഫ്താർ ഇതിപ്പം നമ്മൾക്ക് കുട്ടികൾക്ക് വരെ സ്കൂളിലേക്ക് അയക്കണമെങ്കിൽ ഇത് ഇങ്ങനെ ഫ്രീസാക്കി വെക്കാം. ഇത് ഇങ്ങനെ പാറ്റീസാക്കി വെച്ചിട്ട് നമ്മളെ ബോക്സിൽ കണ്ടെയ്നറിൽ ഇട്ട് വെച്ചാൽ നമുക്ക് രാവിലെ എടുത്തിട്ടൊന്ന് പൊരിച്ചു കൊടുത്താൽ തന്നെ ആ സംഭവം റെഡിയായി. ഭയങ്കര പിള്ളേർക്കെല്ലാം ഇഷ്ടമുള്ള ഒരു സംഭവമാണ്. കാരണം ചീസും കൂടി ഇല്ലോണ്ട് അതിന് പ്രത്യേകം വേറെ ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഉപ്പിൻ്റെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. എൻ്റെത് കുറച്ച് ഉപ്പ് അധികമായിപ്പോയി, കാരണം ചീസിന് ഓൾറെഡി ഉപ്പുണ്ട്, ഫില്ലിങ്ങിന് ഉപ്പായി, ഉള്ളിക്കും ഉപ്പായി. അപ്പോൾ എല്ലാം കൂടിയിട്ട് കുറച്ചൊരു ഉപ്പ് സോൾട്ട് ടേസ്റ്റ് ആയിപ്പോയി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് ശ്രദ്ധിച്ചിട്ട് ഇത്